നമ്മൾ ഒരു സി ആംപ്ലിഫയറിൻ്റെ പ്രാക്ടിക്കൽ സർക്യൂട്ട് കണ്ടു. ഇനി അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കാം. അതായത് ഗെയിൻ ഓഫ് എൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. പക്ഷേ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഗെയിനിനൊരു വ്യത്യാസം വരും. അപ്പോൾ അതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുക. ഇൻപുട്ട് ഫ്രീക്വൻസി ഗ്രാജുവലായി ചേഞ്ച് ചെയ്ത് ഓരോ ഇൻപുട്ട് ഫ്രീക്വൻസിക്കും എത്രയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് മെഷർ ചെയ്ത് ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സി ആംപ്ലിഫയർ സർക്യൂട്ട്. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യാണ് ഫ്രം 0 to a ലാർജ് വാല്യൂ. അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി മാറുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഗെയിൻ മാറുന്നത്? നമ്മൾ മെഷർ ചെയ്യുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് വിൽ ഗിവ് യു ദ വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ നോക്കിയാൽ കാണാം, ഇനീഷ്യൽ ഫ്രീക്വൻസി കൂടുമ്പോൾ ഗെയിൻ കൂടി വരും. പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. പിന്നെ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മാക്സിമം ഗെയിൻ AM ആണെന്ന് വിചാരിക്കാം. AM മാക്സിമം ഗെയിനിന് AM എന്ന് കൊടുക്കണം. അതിൻ്റെ ഒരു 70.7%, അതായത് 0.707 ആയി കുറയുക. ഇത് 1 ആണെന്നുണ്ടെങ്കിൽ അത് 0.707 ആയി കുറയുക. അങ്ങനെ ഇവിടെ ഒരു പോയിന്റും കണ്ടുപിടിക്കുന്നു, ഇവിടെ ഒരു പോയിന്റും കണ്ടുപിടിക്കുന്നു. ഇതിനെ പറയുന്നതാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഇതാണ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് ബാൻഡ്വിഡ്ത്ത്. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി 20 കിലോ ഹെർട്സ് ആണ്. റഫ്ലി ഒരു എക്സാമ്പിൾ എടുത്തു ഈ സി ആംപ്ലിഫയറിൻ്റെ. സോ ബാൻഡ്വിഡ്ത്ത് വിൽ ബി 20 കിലോ ഹെർട്സ് മീൻസ് 20,000 ഹെർട്സ് മൈനസ് 50 ഹെർട്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 19,950 ഹെർട്സ്. ഇതാണ് അതിൻ്റെ ബാൻഡ്വിഡ്ത്ത്. ഇനി എന്താണ് ഈ 0.707 ഓഫ് മാക്സിമം ഗെയിനിൻ്റെ പ്രസക്തി എന്ന് നോക്കാം. സപ്പോസ് ഈ മാക്സിമം ഗെയിനിന് കറസ്പോണ്ടിങ് ആയ വോൾട്ടേജ് VRMS ആണെങ്കിൽ, അപ്പോൾ പവർ മാക്സിമം is equal to VRMS square by R എന്ന് പറയാം. V square by R ആണ് മാക്സിമം പവർ. ഈ പോയിന്റിലാണെങ്കിൽ എത്രയാണ് ഗെയിന്? വോൾട്ടേജ് ഗെയിൻ 0.707 ആയി കുറഞ്ഞു, അല്ലെങ്കിൽ 1/√2 ടൈം ആയി എന്നാണ്. ഈ വാല്യൂവിൻ്റെ പ്രസക്തി 1/√2 ആണിത്. അപ്പോൾ 1/√2 ടൈംസ് ആയി കുറഞ്ഞു ഗെയിന്, അല്ലെങ്കിൽ വോൾട്ടേജ് 1/√2 ടൈംസ് ആയി കുറഞ്ഞു. So we can write at FL and FH, power എന്ന് പറയുന്നത് is equal to VRMS by √2 ആണ് ഇപ്പോഴത്തെ വോൾട്ടേജ്. ഈ പോയിന്റിലും ഈ പോയിന്റിലും വോൾട്ടേജ് VRMS by 2, that square by R. So this will be equal to VRMS square by 2R എന്ന് കിട്ടും. അതായത് മാക്സിമം പവർ ഈ പോയിന്റിൽ ഹാഫ് പവറായി മാറി. ഈ പോയിന്റിലും ഈ പോയിന്റിലും മാക്സിമം പവർ ഹാഫ് പവറായി മാറി. അതുകൊണ്ട് ഈ പോയിന്റുകളെ ഹാഫ് പവർ പോയിന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. So VL and VH corresponds to the frequency at which the maximum power gain reduces to half എന്ന് പറയാം, or the voltage gain reduces to 1/√2 times the maximum power, maximum voltage gain. 1/√2 എന്ന് പറഞ്ഞാൽ 0.707 ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ വോൾട്ടേജ് ഗെയിൻ
ലോവർ ഫ്രീക്വൻസിയിലും കുറയുന്നു, ഹയർ ഫ്രീക്വൻസിയിലും കുറയുന്നു. അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു സി ഇൻ കപ്പാസിറ്റർ ഉണ്ട്, ഒരു സി സി കപ്പാസിറ്റർ ഉണ്ട്, നമുക്കറിയാം. പിന്നെ ഒരു സി ഇ കപ്പാസിറ്ററും ഉണ്ട്. റിയാക്ടൻസ് ഓഫ് എ കപ്പാസിറ്റർ ഇസ് 1/C omega എന്നറിയാം. അപ്പോൾ അറ്റ് ലോവർ ഫ്രീക്വൻസി റിയാക്ടൻസ് ഓർ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റൻസ് വിൽ ബി വെരി ഹൈ. ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഫ്രീക്വൻസി കുറഞ്ഞാൽ റിയാക്ടൻസ് കൂടുതലായിരിക്കും. അപ്പോൾ at low frequency, reactance of this input capacitor will be very high that it will not effectively couple the input signal to the base. ഇവിടെയുള്ള സിഗ്നലിനെ ഇഫക്റ്റീവ് ആയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല, കാരണം ഈ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് ലോ ഫ്രീക്വൻസിയിൽ കൂടുതലായിരിക്കും. അതേപോലെ ഈ കപ്പാസിറ്ററും ഇഫക്റ്റീവ്ലി ഔട്ട്പുട്ടിനെ പുറത്തേക്ക് തരില്ല, കാരണം ലോ ഫ്രീക്വൻസിയിൽ ഈ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കൂടുതലായിരിക്കും. സോ ദാറ്റ് ഇസ് വൺ റീസൺ ഫോർ വൈ ദ ഗെയിൻ ഇസ് ലെസ് അറ്റ് ലോ ഫ്രീക്വൻസി. ഇനി ഒരു കാരണം കൂടെ ഉണ്ട്, ഈ കപ്പാസിറ്ററിന്റെ കാരണമാണ്. ഈ കപ്പാസിറ്റൻസ് എന്താണ്? റിയാക്ടൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എ സി സിഗ്നൽ ഇതിൽ കൂടെ ബൈപ്പാസ് ചെയ്യില്ല. അതിനു വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് തന്നെ. എ സി സിഗ്നലിനെ ബൈപ്പാസ് ചെയ്യാനാണ് സി ഇ വെച്ചിട്ടുള്ളത്. ബൈപ്പാസ് കപ്പാസിറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എ സി ഓഫേഴ്സ് എക്സ്പീരിയൻസസ് എ ഹൈ റെസിസ്റ്റൻസ് റിയാക്ടൻസ്, സോ ഇറ്റ് ഹാസ് ഫോഴ്സ് ടു ഫ്ലോ ത്രൂ ആർ ഇ. ഇതിലേക്കൂടെ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇതിലേ പോകും. A voltage drop across RE will act as a feedback voltage which will decrease the input voltage. അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇൻപുട്ട് വോൾട്ടേജിനെ കുറയ്ക്കാൻ കാരണമാകും ഫീഡ്ബാക്ക് പ്രോസസ്സിൽ. ഈ വോൾട്ടേജ് ഇതിലേക്ക് ഫെഡ് ബാക്ക് ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്കായി ആക്ട് ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണം. That is, CE is not effectively bypassing the AC signal, so the voltage is lost across RE and it leads to decrease in output voltage. ഇപ്പോൾ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ലോവർ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനായിട്ട്. ഇനി ഹയർ ഫ്രീക്വൻസിയുടെ കാര്യം നോക്കാം. അവിടെയും 20 kHz റഫ്ലി എത്തിയപ്പോൾ എന്ത് പറ്റി? ഗെയിൻ കുറഞ്ഞു. അതിന് കാരണം നമുക്ക് ഒരു എമിറ്റർ ബേസ് ജംഗ്ഷൻ നോക്കാം. എമിറ്റർ ബേസ് ജംഗ്ഷൻ, NP ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മളൊരു ജംഗ്ഷനിൽ എന്താ ഉണ്ടാവുക? പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാവും. ഡിപ്ലീഷൻ റീജിയൻ എന്ന് നമ്മൾ പറയാറുണ്ട്, കാരണം ദിസ് റീജിയൻ ഇസ് ഡിപ്ലീറ്റഡ് ഓഫ് കാരിയേഴ്സ്, മൊബൈൽ കാരിയേഴ്സ്. ഇവിടെ ഒരു N ടൈപ്പിൽ ഇവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും, ഇവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. But this is something like a capacitor. Base emitter junction acts like a capacitor. അതായത് ഉള്ളിലൊന്നും മൊബൈൽ കാരിയേഴ്സ് ഇല്ല, രണ്ട് സൈഡിലും അക്യുമുലേറ്റഡ് ചാർജ് ഉണ്ട്. അപ്പൊ എന്ത് പറ്റും? At high frequency reactance എന്ത് പറ്റും? 1/C omega അല്ലേ? High frequency reactance offered will be less base emitter junction. അപ്പോൾ റിയാക്ടൻസ് കുറവായതുകൊണ്ട്, റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് കൂടുതൽ ബേസ് കറണ്ട് ഒഴുകും. അപ്പോൾ ഇവിടെ ബേസ് കറണ്ട് will be more due to the fact that the base emitter junction reactance will be less at high frequency. At very high frequency reactance കുറവാണ്. അത് കാരണം ബേസ് കറണ്ട് കൂടുതലാകാൻ കാരണമാവും. So that is the reason why at high frequency the gain decreases. ബേസ് കറണ്ട് കുറയും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം IE is equal to IB plus IC ആണെന്നുള്ളത്. അപ്പൊ ഇതിൽ IB കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനലി IC കുറയും. IC ആണ് ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ IB കൂടാൻ കാരണമാകും. അതുകൊണ്ട്
ഔട്ട്പുട്ട് കറണ്ട് ഐ സി കുറയും, അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജും കുറയും. സോ ദ വോൾട്ടേജ് ഡിക്രീസസ്, ഗെയിൻ ഡിക്രീസസ് അറ്റ് ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ഇതാണ് ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ സർക്യൂട്ട്. സി ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ കണ്ടു, അതൊരു ഗ്രാഫായി വരച്ചു. എന്തുകൊണ്ടാണ് ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും ഗെയിൻ കുറയുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത് എന്നുള്ള കൺസെപ്റ്റ്, ഹാഫ് പവർ പോയിന്റ് എന്നുള്ള കൺസെപ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്.